ഇന്നത്തെ ഗോസ്പൽ വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അതിന് കാരണം ഇന്നത്തെ ഗോസ്പൽ ഒരു പ്രയറാണ്. അപ്പനോട് ഒരു മകൻ സംസാരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇത് ഏത് സമയത്ത് സംസാരിക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. മരണത്തിന് തൊട്ട് മുമ്പാണ്. മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് അപ്പൻ മകനോട് സംസാരിക്കുകയാണ്. ആ സമയത്തുണ്ടായ വികാരം എന്തായിരിക്കും? വല്ലാണ്ട് പെയിൻഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ പെയിൻഫുൾ എക്സ്പീരിയൻസിൽ കൂടെ കടന്നവന് തൊട്ട് മുമ്പ് പോലും ഈ മകൻ അപ്പനോട് പറയാനുണ്ടാകുന്ന കാര്യം എന്താണെന്നറിയോ? തനിക്ക് ഏൽപ്പിക്കപ്പെട്ട കുറച്ച് പേരെ കുറിച്ചാണ്, തൻ്റെ ശിഷ്യന്മാരെ കുറിച്ചാണ്. ഈ ലോകത്തിന് മുഴുവനും വേണ്ടിയിട്ടല്ല യേശു പറഞ്ഞത്, പ്രാർത്ഥിച്ചത്. തനിക്ക് ഏൽപ്പിക്കപ്പെട്ട കുറച്ച് പേരില്ലേ, തൻ്റെ ഇടവും വലവും നിൽക്കുന്ന ഒരു 12 പേരില്ലേ, അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഈ പ്രാർത്ഥിച്ച കാര്യം എന്താണ്? വളരെ സിമ്പിളായിട്ട് ഇവരുടെ മുഖത്തെ സന്തോഷം വാടാൻ പാടില്ല, ഇവർ ഇനി മുതൽ സന്തോഷത്തോടെ ആയിരിക്കണമെന്ന് യേശു കൺസേൺഡ് ആയിരുന്നു. അതുപോലെ യേശു പറയുന്ന മറ്റൊരു പ്രാർത്ഥന ഇവരുടെ യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഈ 12 പേരെ ഒരുമിച്ച് നിർത്തി ഇത്രയും കാലം കരം പിടിച്ച് കൂടെ കൊണ്ട് നടന്നു. ഇപ്പോൾ ഇവർ ഒരുമിച്ചാണ്. പക്ഷേ ഈ ഒരുമ എപ്പോഴും ഉണ്ടാകണം. ഇവരൊരിക്കലും ചിന്നിച്ചിതറാൻ പാടില്ല. ഇവർ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകാൻ പാടില്ല. ഇങ്ങനെ തനിക്ക് ഏൽപ്പിക്കപ്പെട്ട തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മിനിമം നമ്പറിന് വേണ്ടി മരണത്തിന് മുമ്പ് യേശു തൻ്റെ അപ്പനോട് പ്രാർത്ഥിക്കുന്നതാണ് ഇന്നത്തെ ഗോസ്പൽ. എനിക്ക് അത്ഭുതം തോന്നുന്നത് ഇങ്ങനെയൊക്കെ ഒരാൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ നിന്ന് കിട്ടേണ്ട വെളിച്ചം എന്താണെന്നറിയോ? ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ്. കാര്യം നമ്മൾ നമ്മളുടെ സങ്കടത്തെ ഓർത്ത്, നമ്മളുടെ ജീവിതത്തെ ഓർത്ത്, നമ്മളുടെ ആകുലതകളെ ഓർത്ത് ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തി കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കിനപ്പുറം നമ്മുടെ കൂടെയുള്ളവരുടെ ഭാവിയെ ഓർത്ത്, അവരുടെ ജീവിതത്തെ ഓർത്ത്, അവരുടെ ബന്ധങ്ങളെ ഓർത്ത് നമ്മൾ എന്തുമാത്രം പ്രാവശ്യം മുട്ടുകുത്തണമെന്നും അവർക്ക് വേണ്ടി എന്തുമാത്രം കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ഗോസ്പൽ നൽകുന്നുണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മൾ ചോദിക്കുന്നതല്ല, നമ്മളുടെ ഇടവും വലവും നിൽക്കുന്ന ചില മനുഷ്യർക്ക് വേണ്ടി നമ്മൾ ചോദിക്കുന്ന എന്തിൻ്റെ പേരും പ്രാർത്ഥനയാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം ഇരട്ടിയായി വന്നു ചേരും. അതാണ് സുവിശേഷം. കൂടെയുള്ളവർക്ക് വേണ്ടി കരം കൂപ്പി പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുക. അങ്ങനെയുള്ളവൻ്റെ യാചനകൾ ദൈവം കേൾക്കും. ചോദിക്കാത്ത യാചനകൾ അവന് കിട്ടുകയും ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.